ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫ്രീക്വൻസി മോഡുലേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. സോ ഓൾറെഡി നമ്മൾ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. സോ അതുപോലെ തന്നെയാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ കൂടുതൽ ഇക്വേഷൻസ് ഒന്നും ഫ്രീക്വൻസി മോഡുലേഷന് പഠിക്കാനില്ല, ജനറൽ കോൺസെപ്റ്റ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ്റെ വേവ് ഫോം എങ്ങനെയാണ്, അതുപോലെ അതിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് എങ്ങനെയാണ്, അതുപോലെ നമ്മൾ പഠിച്ച എ എമ്മും എഫ് എമ്മും തമ്മിലുള്ള ബേസിക് കമ്പാരിസൺ എങ്ങനെയാണ്, എ എം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഫ് എമ്മിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എഫ് എമ്മിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളൊരു മോഡുലേഷൻ സ്കീം പറയുകയാണെങ്കിൽ നമുക്കൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ വരും. ഫസ്റ്റ് ഇൻപുട്ടായിട്ട് നമുക്കൊരു കാരിയർ സിഗ്നൽ വരും. ഈ മോഡുലേറ്റിംഗ് സിഗ്നലും കാരിയർ സിഗ്നലും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എഫ് എം സിഗ്നൽ കിട്ടും, എഫ് എം ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി ഫ്രീക്വൻസി ഓഫ് കാരിയർ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ വെർ ആംപ്ലിറ്റ്യൂഡ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു മോഡുലേഷൻ സ്കീം ഡിസൈൻ ചെയ്യുകയാണ്. ആ മോഡുലേഷൻ സ്കീംസിൽ നമ്മൾ എടുക്കുന്ന കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്യും മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ച്. പക്ഷേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിനെ കോൺസ്റ്റൻ്റായി നിർത്തിക്കൊണ്ട് ഫ്രീക്വൻസി ഓഫ് കാരിയർ സിഗ്നൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മോഡുലേഷൻ സ്കീമിനെയാണ് നമ്മൾ എഫ് എം എന്ന് പറയുന്നത്. നമ്മൾ എ എം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു, കോൺസ്റ്റൻ്റ് ആവുന്ന പാരാമീറ്റർ ഫ്രീക്വൻസി ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോൾ നമുക്ക് ഒരു എഫ് എം വേവ് ഫോം വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ, ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി frequency of modulating signal with respect to the process of changing the frequency of carrier signal with respect to modulating signal where amplitude is constant എന്നാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വരച്ചിരിക്കുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ വേവ് ഫോമാണ്. രണ്ടാമത് വരച്ചിരിക്കുന്നത് ഗ്രീൻ കളർ എന്ന് പറയുന്നത് ആക്ച്വലി കാരിയർ സിഗ്നലാണ്. മോഡുലേറ്റിങ്ങിനേക്കാളും ഫ്രീക്വൻസി കൂടിയ സിഗ്നലാണ് കാരിയർ സിഗ്നൽ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിലും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ജനറലി എനിക്ക് കിട്ടുന്ന കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടുന്നുണ്ട്. മാക്സിമം ഫ്രീക്വൻസി വരുന്നതിൻ്റെ സെൻറ്ററിലാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി കുറയുന്നുണ്ട്. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ വളരെ ക്ലിയർ ആണ്, മോഡുലേറ്റിംഗ് സിഗ്നൽ മെസ്സേജ് സിഗ്നൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടുകയും കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? എഫ് എം എന്ന് പറയാം. അപ്പോൾ ഈ എഫ് എമ്മിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ത്രൂ ഔട്ട് ഈ എഫ് എം സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, നേരത്തെ എ എമ്മിൻ്റെ കേസിൽ അങ്ങനെയല്ലായിരുന്നു, ആംപ്ലിറ്റ്യൂഡ് മാറി ഫ്രീക്വൻസി ആയിരുന്നു കോൺസ്റ്റൻ്റ് ആയത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നീറ്റായിട്ട് വരച്ച് നോക്കാം. അപ്പോൾ നമ്മളൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ വരച്ചു, ഒരു കാരിയർ സിഗ്നൽ വരച്ചു അല്ലേ, നമ്മൾ എഫ് എം സിഗ്നലാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ ലൈൻ ജസ്റ്റ് ഇതുപോലെ ഡോട്ടായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കറിയാം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഞാനിവിടെ മാർക്ക് ചെയ്യാണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിള്, പോസിറ്റീവ് ഹാഫ് സൈക്കിള്, നെഗറ്റീവ് ഹാഫ് സൈക്കിള്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ആദ്യം വരുന്നത് അല്ലേ. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ബൈ ഡീഫോൾട്ടായിട്ട് ഈ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടുമെന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം ഫ്രീക്വൻസി കിട്ടുന്നത് ഇത് ഏറ്റവും ടോപ്പ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റിംഗ് സിഗ്നൽ വരുന്ന സമയത്താണ് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രീക്വൻസി, ഇതിൻ്റെ വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കണേ, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് വരും. മാക്സിമം ഫ്രീക്വൻസി എനിക്ക് എവിടെ കിട്ടും? ഇതിൻ്റെ ഇമ്മീഡിയറ്റ് സെൻറ്ററിൽ കിട്ടും. ഇങ്ങനെയാണല്ലോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴോ ഡീഫോൾട്ടായിട്ട് നമ്മുടെ കാരിയറിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് വരും അല്ലേ. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, ഇതിൻ്റെ ഫ്രീക്വൻസി കൂടി വരികയാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, ഫ്രീക്വൻസി കുറഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വേവ് ഫോം പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് എഫ് എം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ത് ചെയ്യാം? വരയ്ക്കാൻ പറ്റും. എല്ലാവർക്കും ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ വരച്ചോ അതിൻ്റെ ബേസിക് ലോജിക്ക് എങ്ങനെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി മോഡുലേഷനുള്ള മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത്
ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുകയും ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആവുകയും ചെയ്യുകയാണ് ആക്ച്വലി എഫ് എമ്മിൽ, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഫ് എമ്മിൻ്റെ വേവ് ഫോം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ ഫൈനൽ വേവ് ഫോം, അല്ലേ? നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് എഫ് എമ്മിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. നമുക്ക് ഓൾറെഡി എ എമ്മിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് അറിയാം. വി എം ബൈ വി സി ആയിരുന്നു എ എമ്മിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ്. എഫ് എമ്മിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻ എഫ് എം ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ദ മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ദി റേഷ്യോ ഓഫ് ഫ്രീക്വൻസി ഡീവിയേഷൻ ടു മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഡീവിയേഷൻ ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയാണ് ആക്ച്വലി നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി, ദിസ് ഈസ് കോൾഡ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ്. ദ ഫ്രീക്വൻസി ഡീവിയേഷൻ ഈസ് ദി എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ കാരിയർ ഫ്രീക്വൻസി പ്രൊഡ്യൂസ്ഡ് ബൈ മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പോൾ നമ്മൾ ഈ എഫ് എമ്മിൻ്റെ വേവ് ഫോം നോക്കുകയാണെങ്കിൽ ആക്ച്വലി ബൈ ഡീഫോൾട്ടായിട്ട് നമ്മളെ കാരിയർ സിഗ്നൽ 100 മെഗാഹെർട്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 100 മെഗാഹെർട്സ് എന്നുള്ള ഫ്രീക്വൻസി മേ ബി പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 120 മെഗാഹെർട്സ് ആവാം, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 80 മെഗാഹെർട്സ് ആവാം. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയാം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫ്രീക്വൻസി കൂടാം. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പറയാം, 100 എന്നുണ്ടായിരുന്ന കാരിയർ സിഗ്നൽ 120 ആവും, 80 ആവും. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി 20 മെഗാഹെർട്സ് ആണ്. 20 മെഗാഹെർട്സ്. അപ്പോൾ 20 മെഗാഹെർട്സ് ഫ്രീക്വൻസി മേ ബി കൂടാം, കുറയാം. അപ്പോൾ ഇതാണ് ആക്ച്വലി ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡീവിയേഷൻ നമ്മൾ ഡെൽറ്റ എഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയെ എഫ് എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെൽ എഫ് ബൈ എഫ് എം. ഈ രീതിയിൽ നമുക്ക് ഒരു എഫ് എമ്മിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതുവരെ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് എ എമ്മിൽ നിന്നേ പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ളൂ, മേ ബി എഫ് എം എന്ന് ചോദിക്കാം. അപ്പോൾ എഫ് എമ്മിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് അറിയാം എന്താണെന്ന്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. എ 100 മെഗാഹെർട്സ് കാരിയർ വേവ് ഈസ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് ബൈ 10 കിലോഹെർട്സ് സൈനസോയിഡൽ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇഫ് ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഈസ് 50 കിലോഹെർട്സ്, ഫൈൻഡ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. നമുക്ക് ഓൾറെഡി ഫോർമുല അറിയാം, എന്താണ്, ഡെൽ എഫ് ബൈ എഫ് എം, അല്ലേ? അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് കാരിയർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എഫ് സി എത്രയാണ്, 100 മെഗാഹെർട്സ് ആണ്. ഈസ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് ബൈ 10 കിലോഹെർട്സ് സൈനസോയിഡൽ മോഡുലേറ്റിംഗ് സിഗ്നൽ. എഫ് എം വന്നിട്ടുണ്ട് എത്രയാണ്, 10 കിലോഹെർട്സ് ആണ് എഫ് എം. ഇഫ് ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഈസ് 50 കിലോഹെർട്സ്, ഫൈൻഡ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് തന്നിട്ടുണ്ട് എത്രയാണ്, 50 കിലോഹെർട്സ് ആണെങ്കിൽ വാട്ട് ഈസ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് കാണാൻ പറഞ്ഞാൽ ഡെൽ എഫ് ബൈ എഫ് എം എന്നുള്ള ഫോർമുല വഴി കണ്ടുപിടിക്കാം. ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ 50 കിലോഹെർട്സ് ആണ്, അതായത് 50 × 10⁻³ ഹെർട്സ് ആണ്. ഹോൾ ഡിവൈഡർ ബൈ എഫ് എം വന്നിട്ടുണ്ട് 10 കിലോഹെർട്സ് ആണ്, 10 × 10⁻³ ഹെർട്സ്. രണ്ടും കിലോഹെർട്സ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്കിവിടെ കിട്ടും 50, രണ്ടും ഒരേ യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് 50/10 കിട്ടും. 5 ആണ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ ഇവിടുത്തെ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് കിട്ടി 5 ആണ്, അല്ലേ? അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എഫ് എമ്മിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എഫ് എമ്മിൻ്റെ വേവ് ഫോം, എഫ് എമ്മിൻ്റെ ഡെഫിനീഷൻ, എഫ് എമ്മിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ്, എഫ് എമ്മിൻ്റെ ഫ്രീക്വൻസി ഡീവിയേഷൻ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് എഫ് എമ്മും എ എം തമ്മിലുള്ള ഒരു ബേസിക് കമ്പാരിസൺസ് നോക്കാം. 10 പോയിൻറ്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എ എം ആണ്, ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ എഫ് എം ആണ്. The amplitude of carrier signal is varied in accordance with modulating signal. നമുക്ക് ഓൾറെഡി ഡെഫിനേഷൻ അറിയാം. ആംപ്ലിറ്റ്യൂഡ് ആണ് വേരി ചെയ്യുന്നതെങ്കിൽ അത് എ എം. ദ ഫ്രീക്വൻസി ഓഫ് കാരിയർ സിഗ്നൽ വേരിഡ് ഇൻ അക്കോർഡൻസ് വിത്ത് മോഡുലേറ്റിംഗ് സിഗ്നൽ ആണെങ്കിൽ അത് എഫ് എം. അത് ഓൾറെഡി നമുക്ക് ഡെഫിനേഷനിൽ തന്നെ അറിയാം. സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ദ കാരിയർ ഫ്രീക്വൻസി റിമൈൻസ് കോൺസ്റ്റൻറ്റ് വിത്ത് മോഡുലേഷൻ. ദ കാരിയർ ഫ്രീക്വൻസി ചേഞ്ചസ് വിത്ത് മോഡുലേഷൻ, അല്ലേ? ആംപ്ലിറ്റ്യൂഡിൻ്റെ കേസിൽ എന്തായിരിക്കും, കാരിയർ ഫ്രീക്വൻസി എന്നുള്ളത് എന്തായിരിക്കും, എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എ എം ആയതുകൊണ്ട്. പക്ഷേ എഫ് എം ആണെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി എന്നുള്ളത് ഒരിക്കലും എന്താവില്ല, കോൺസ്റ്റൻ്റ് ആവില്ല. ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്ററാണ് ഫ്രീക്വൻസി. ഇപ്പോൾ 2 പോയിന്റ് ഡിസ്കസ് ചെയ്തു, രണ്ടും ഡെഫിനേഷനിൽ തന്നെ കിട്ടുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ പവർ ഇൻ കാരിയർ, ദ മോസ്റ്റ് ഓഫ് ദി പവർ ഈസ് ഇൻ കാരിയർ, ഹെൻസ് ലെസ് എഫിഷ്യൻറ്റ്. ഓൾ ദി ട്രാൻസ്മിറ്റഡ് പവർ ഈസ് യൂസ്ഫുൾ. അപ്പോൾ നമ്മളൊരു എ എം ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം അറിയാം.
ഇവിടെ ഒരു ലോവർ സൈഡ് ബാൻഡും ഒരു അപ്പർ സൈഡ് ബാൻഡും ഒരു ക്യാരിയറും ഉള്ളത്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു AM ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം 66.6% പവറും നമുക്ക് വേണ്ടത് ക്യാരിയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പവർ ലോസുകൾ നമുക്കിവിടെ മേ ബി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ പോസിബിളാണ്. പക്ഷേ FM-ൻ്റെ കേസിൽ എല്ലാ പവറും യൂസ്ഫുൾ പവേഴ്സാണ്, പവർ ലോസുകൾ വളരെ കുറവായിരിക്കും. ഇതാണ് തേർഡ് പോയിൻ്റ്. നാലാമത്തെ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് AM ദ നോയ്സ് ഇൻ്റർഫറൻസ് ഈസ് മോർ, ബട്ട് ഇൻ കേസ് ഓഫ് FM ദ നോയ്സ് ഇൻ്റർഫറൻസ് ഈസ് ലെസ്. മോർ നോയ്സിയാണ് AM എന്ന് പറയുന്നത്, ലെസ് നോയ്സിയാണ് FM എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിൻ്റ് AM ബ്രോഡ്കാസ്റ്റ് ഓപ്പറേറ്റ് ഇൻ MF ആൻഡ് HF റേഞ്ച്, FM ബ്രോഡ്കാസ്റ്റ് ഓപ്പറേറ്റ് ഇൻ VHF ആൻഡ് UHF റേഞ്ച്. അപ്പോൾ ഒരു AM എന്ന് പറയുന്നത് മീഡിയം ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയുടെ റേഞ്ചിലാണ് AM ഇരിക്കുന്നത്. അൾട്രാ ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ വെരി ഹൈ ഫ്രീക്വൻസിയുടെ റേഞ്ചിലാണ് ആക്ച്വലി എന്തിരിക്കുന്നത്, FM ഇരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫ്രീക്വൻസി ബാൻഡുകൾ പഠിച്ചപ്പോൾ എന്താണ് മീഡിയം ഫ്രീക്വൻസി എന്നും എന്താണ് ഹൈ ഫ്രീക്വൻസി എന്നും എന്താണ് അൾട്രാ ഹൈ ഫ്രീക്വൻസി എന്നും എന്താണ് വെരി ഹൈ ഫ്രീക്വൻസി എന്നൊക്കെ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ വെരി ഹൈ ഫ്രീക്വൻസി അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഞ്ചിലാണ് FM, മീഡിയം ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി റേഞ്ചിലാണ് AM. ഇനി ആറാമത്തെ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ ഇൻ AM ഓൺലി ക്യാരിയർ ആൻഡ് 2 സൈഡ് ബാൻഡ്സ് ആർ പ്രസൻറ്റ്. എപ്പോഴും നമ്മൾ AM വരയ്ക്കുമ്പോൾ 2 സൈഡ് ബാൻഡ്സും ഒരു ക്യാരിയർ മാത്രമേ AM ഉണ്ടാവുള്ളൂ. ഒരു സൈഡ് ബാൻഡ് LSPയും ഒരു സൈഡ് ബാൻഡ് USPയും. പക്ഷേ FM-ൻ്റെ കേസിൽ അങ്ങനെയല്ല. FM ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ആർ പ്രസൻറ്റ്. മോഡുലേഷൻ ഇൻഡെക്സിനനുസരിച്ച് സൈഡ് ബാൻഡ്സിൻ്റെ എണ്ണം കൂടിക്കൂടി വരും. എപ്പോഴും AM-ൽ സൈഡ് ബാൻഡ്സിൻ്റെ എണ്ണം 2 ആണെങ്കിൽ FM-ൽ അൺലിമിറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളെ മോഡുലേഷൻ ഇൻഡെക്സിനനുസരിച്ചാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുക, സൈഡ് ബാൻഡ്സിൻ്റെ എണ്ണം കിട്ടുക. ഏഴാമത്തെ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്മിഷൻ എക്യുപ്മെൻറ്റ് ഈസ് സിമ്പിൾ. FM-ൻ്റെ കേസിൽ ട്രാൻസ്മിഷൻ എക്യുപ്മെൻറ്റ് ഈസ് കോംപ്ലക്സ്. അപ്പോൾ ഒരു AM സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. പക്ഷേ FM എന്താണ്, ഈ ഒരു ട്രാൻസ്മിഷൻ എക്യുപ്മെൻ്റ് എന്നത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലിയർ ആയിരിക്കും അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിരിക്കും. എട്ടാമത്തെ പോയിൻ്റ് AM റിസീവർ നോട്ട് ഇമ്മ്യൂൺ ടു നോയ്സ് ബട്ട് FM റിസീവർ ഇമ്മ്യൂൺ ടു നോയ്സ്. നോയ്സിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് FM-നുണ്ട്, AM-നില്ല. ബാൻഡ് വിഡ്ത്ത് എന്നുള്ളത് ബേസിക്കലി AM-ൻ്റെ ബാൻഡ് വിഡ്ത്ത് ഹയർ ആണ്, FM-ൻ്റെ ബാൻഡ് വിഡ്ത്ത് ലോവർ ആണ്. അപ്പോൾ ഇതൊരു FM-ൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്, ബാൻഡ് വിഡ്ത്ത് കുറവാണ്. ദ വാല്യൂ ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 0ക്കും 1നും ഇൻ ബിറ്റ്വീൻ ആണ് എപ്പോഴും AM-ൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് വരുന്നത്. പക്ഷേ FM-ൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് ഹാവ് നോ ലിമിറ്റേഷൻ. ഏത് തൊട്ട് ഏത് റേഞ്ച് വരെയും FM-ൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് വരാം. അപ്പോൾ ഇതാണ് 10 പോയിൻറ്റുകൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ 10 പോയിൻറ്റും നമുക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു 5-6 പോയിൻറ്റുകളെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു പാർട്ടാണ് AM FM കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ കമ്പാരിസണിൽ നമുക്ക് AM-ൻ്റെയും FM-ൻ്റെ അഡ്വാൻറ്റേജ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. AM ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FM-ൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് FM ഈസ് കോൺസ്റ്റൻറ്റ്, ഹെൻസ് ട്രാൻസ്മിറ്റഡ് പവർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ത്രൂ ഔട്ട് നമ്മുടെ ട്രാൻസ്മിറ്റർ പവർ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എക്സാക്ട്ലി എന്തിൽ, FM-ൽ. അതൊരു അഡ്വാൻറ്റേജ് ആണ്. നോയ്സ് ഇൻ്റർഫറൻസ് ഈസ് മിനിമം ഇൻ FM. FM-ൽ നോയ്സ് ഇൻ്റർഫറൻസ് കുറവായിരിക്കും. ഡിസ്റ്റോഷൻ ഈസ് വെരി ലെസ് ഇൻ FM. ഇൻ്റർഫറൻസ് ഈസ് മിനിമം. ഇൻ്റർഫറൻസ് കുറവാണ്, ഡിസ്റ്റോഷൻ കുറവാണ്, നോയ്സ് കുറവാണ്. പവർ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് റേഞ്ചിലായിരിക്കും പവർ ഉണ്ടാവുക. ഇത്രയാണ് FM-ൻ്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ആ കമ്പാരിസണിൽ പറഞ്ഞിരുന്നു, FM-ൻ്റെ ബാൻഡ് വിഡ്ത്ത് കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ FM ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് എക്യുപ്മെൻറ്റ് ഈസ് മോർ കോംപ്ലക്സ് ആൻഡ് കോസ്റ്റ്ലി. AM ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FM-ൻ്റെ ട്രാൻസ്മിറ്റിംഗ് എക്യുപ്മെൻറ്റും റിസീവിങ് എക്യുപ്മെൻറ്റും കോസ്റ്റ്ലി ആയിരിക്കും. അതുപോലെ സിൻസ് FM യൂസസ് UHF ആൻഡ് VHF റേഞ്ച്, ഇറ്റ് ഈസ് ഏരിയ ഓഫ് റിസപ്ഷൻ ഈസ് ലിമിറ്റഡ്. അപ്പോൾ ഒരു FM ടവറിൻ്റെ അണ്ടറിലുള്ള കവറേജ് ഏരിയ എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ AM അങ്ങനെയല്ല, ഒരു സിംഗിൾ ടവർ കൊണ്ട് തന്നെ മാക്സിമം ഏരിയയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് FM-ൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. FM-ൻ്റെ ബേസിക് ഫണ്ടമെൻറ്റൽസ് നമ്മൾ പറഞ്ഞു, FM-ഉം AM തമ്മിലുള്ള കമ്പാരിസണും FM-ൻ്റെ അഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.